ചങ്ങനാശ്ശേരി ആരാധനാ കേന്ദ്രം അതിന്റെ പ്രവർത്തനത്തിന്റെ 20 വർഷങ്ങൾ പിന്നിടുന്ന ഈ നിമിഷത്തിൽ അതിന്റെ ഒരു ഭാഗം ചെയ്ത അഭിവന്യ ജോസഫ് തിരുമേനിയെയും അതിന്റെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട തോമസ് പ്രസിഡന്റിന്റെയും ജൂബിലി ആഘോഷിക്കുന്ന ഈ നിമിഷങ്ങളിൽ അദ്ദേഹത്തോട് സന്തോഷം പങ്കുവയ്ക്കുവാൻ ചങ്ങനാശ്ശേരി ആത്മകഥാ കേന്ദ്രത്തിന്റെ സപ്പോർട്ട് പദ്ധതിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന മക്കളോരോരുത്തരെ സ്വാഗതം ചെയ്യുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആരോഗ്യ സേവന കേന്ദ്രമായ ആത്മകഥാ കേന്ദ്രം ആരോഗ്യ മദ്യമയക്കുമരുന്ന് എയ്ഡ്സ് ബോധന പ്രവർത്തന രംഗത്ത് നിസ്തുലമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിലെ ലഹരി ചികിത്സാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാനും ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായ ഡി-അഡിക്ഷൻ സെന്ററുകൾ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാനും സാധിച്ചതോടെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ചുരുക്കമായ അത്യന്തം. ഈ മീറ്റിംഗിന് അധ്യക്ഷമായി അലങ്കരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് പാലക്കച്ചനാണ്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആത്മീയതലത്തിൽ നന്ദിയോടെ ഓർക്കുവാൻ പറ്റുന്ന ഒരു വ്യക്തിത്വ കൂടിയാണ് ബഹുമാനപ്പെട്ട ജെയിംസ് പാലക്കച്ചൻ. ഇവിടേക്ക് കടന്നു വന്ന് ആത്മീയ സ്വീകരിച്ചവർ കടന്നു വന്നിരിക്കുന്ന ആത്മീയത്തിന്റെ സപ്പോർട്ട് പദ്ധതിയുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഓരോരുത്തരെയും അതുപോലെ തന്നെ ആത്മീയത്തിന്റെ സപ്പോർട്ട് പദ്ധതിയുടെ പ്രമുഖരായ എല്ലാ ആളുകളെയും ആത്മീയയുടെ പ്രമുഖരെയും സഭയെ ഓർത്തുകൊണ്ട് എല്ലാവരും ഒരിക്കലും കൂടി സ്വാഗതം ചെയ്യുന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വിലയേറിയ സംഭാവനകൾ നൽകിയ അധ്യാപന രംഗത്തെ ശ്രേഷ്ഠനായ അഭിവന്യ പിതാവ് ജോസഫ് പെരുന്നൂർ പിതാവിന്റെ സജീവ സാന്നിധ്യം ഈ ചടങ്ങിനെ ധന്യമാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഭിവന്യ പിതാവിനെ ജൂബിലി അനുമോദന കർമ്മത്തിനായി ഏറ്റവും വിനയത്തോടെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു. യുവീയനായ വേദിയിൽ സംവിധാനിക്കുന്ന ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് അല്പം പ്രതികളുകൊണ്ടാണ് ഇടവാക്കുവാനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിന് അവസരം അനുവാദം പറയുന്നു. എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും തോമസ് കുത്തലേശ്വരം അച്ഛൻ്റെ പൗരോഹിത്യ ജൂബിലി ഇവിടെ ഒരു ആഘോഷ ചടങ്ങാണല്ലോ. ഞാൻ വളരെ ആദ്യമായിട്ട് അച്ഛനെ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ദീർഘകാലമായിട്ട് അച്ഛൻ സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മുതൽ അച്ഛനെ പരിചയമുണ്ട്. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വളരെ ആത്മമായി പറയുവാൻ സാധിക്കും. വളരെ തീഷ്ണതയുള്ള ഒരു ശുശ്രൂഷകനാണ് തോമസ് അച്ഛൻ. സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തന്നെ ആ തീഷ്ണത പ്രകടമായിരുന്നു. വൈദികരായ ശേഷം അത് ഏറെ ഉജ്ജ്വലിക്കുകയും ചെയ്തു. തന്റെ ആരോഗ്യവും സമയവും എല്ലാം ഏൽപ്പിക്കപ്പെട്ട ചുമതല നിർവഹണത്തിന് വേണ്ടി പൂർണ്ണമായും അർപ്പിക്കുന്ന വളരെ തീഷ്ണമതിയായ പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ കുറ്റസംഘയെ
പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ആശയത്തിൻ്റെ സ്വഭാവം അറിയാമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോഴും അധ്വാനശീലനാണ്. അത് ഒരു പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പുരോഗതി ഒരിക്കലും മനസ്സിലായിരിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം തന്റെ ചുമതലയിൽ എപ്പോഴും വ്യാപകനായിരിക്കുന്നവരാണ്. ദൈവത്തിന്റെ ഒരു ശൈലി ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുക. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്ന, എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു സ്വഭാവമാണ് ദൈവത്തിന്റെ. ആ ഒരു സ്വഭാവം ഏറെ ഉൾക്കൊള്ളേണ്ടതാണ് ദൈവത്തിന്റെ പുരോഗതി. ആ രീതിയിൽ ലഭ്യമായ സമയം, അവസരങ്ങളെല്ലാം സജീവമായ ശുശ്രൂഷയിൽ ഏർപ്പെടുക, അത് തന്റെ ചിന്താവിഷയമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രീതിയിൽ ക്ലോസിന് തന്റെ സമയം മുഴുവൻ ഒരിക്കലും മനസ്സിലാകാതെ ദൗത്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്നു. അധ്വാനശീലത്തോടുകൂടെ കാര്യങ്ങളെ നിർവഹിച്ചു എന്നുള്ളത് സംശയകരമായ കാര്യമാണ്. ഇത്രയും ആശയങ്ങളും ഭാവനകളും ഒക്കെയുള്ള ഒരാളാണ്. പുതിയ പുതിയ ആശയങ്ങളെ, പ്രവർത്തന ശൈലികളെ, ഇനിഷ്യേറ്റീവ്സ് ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊക്കെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് തന്റെ പൗരശുശ്രൂഷ സജീവമാക്കപ്പെട്ടതിന്റെ ഭാഗമായിരുന്നത്. അങ്ങനെ വിവിധ മേഖലകളിൽ കലാരംഗത്തും അതുപോലെ തന്നെ മറ്റ് സഭയുടേതായുള്ള പ്രവർത്തനങ്ങളിലും ഒരു പുരോഗതിയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലെല്ലാം അദ്ദേഹം യോടെ സേവനം ചെയ്തു എന്നതാണ്. ഈ രീതിയിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധ ചിത്രാക്കാരുമായിട്ട് അദ്ദേഹം ഒന്നിച്ചു പ്രവർത്തിക്കാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യ പ്രസ്ഥാനത്തിന്റെ വലിയൊരു പ്രേരണമായിരുന്നു. വളരെ ഊർജ്ജസ്വതയോടെ നേതൃത്വം കൊടുത്തു. അതിൻ്റെതായ ചികിത്സാരംഗങ്ങളിൽ വളരെ ദീർഘമായ സേവനം എത്തിച്ചു. അദ്ദേഹത്തിന്റെ ആ സേവനത്തിന്റെ എല്ലാ അംഗീകാരം തീർച്ചയായിട്ടും സർക്കാരിനെ നൽകി അദ്ദേഹത്തെ ആദരിച്ചു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഈ രീതിയിൽ എല്ലാം സഭയിലും സമൂഹത്തിലും വളരെ ശക്തികരമായ സേവനം ചെയ്യുകയും ദീർഘകാലം ഒരേ പ്രായം മറ്റ് പലരും ചെയ്യാൻ പഠിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അടുത്തു പോകുന്ന ശുശ്രൂഷകളാണ് ഞാൻ മടിയുള്ള ദീർഘകാലം നമ്മുടെ ഉറച്ചുമായ അതിനായിട്ട് പൂർണ്ണമായി സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നതാണ്. അതൊക്കെ വലിയൊരു സമർപ്പണത്തിന്റെ അടയാളമാണ്, ആത്മാർത്ഥമായ സമർപ്പണത്തിന്റെ അടയാളമാണ്. ആ രീതിയിൽ എല്ലാം ഈ 25 വർഷത്തെ പുരോഗതിയ ജീവിതത്തെ ധന്യമാക്കി അദ്ദേഹം അത് അന്വേഷണമാക്കി. ശുശ്രൂഷ മനോഭാവം എളിയവരുമായുള്ള അദ്ദേഹത്തിന്റെ എളിയവരോടുള്ള സഹാനുഭൂതി, പ്രത്യേകിച്ച് സപ്പോർട്ടേഷനൊക്കെ ഉള്ള പ്രസ്ഥാനങ്ങളിലൂടെ സമൂഹത്തിലെ ഏറ്റവും എളിയവരുമായിട്ട് പ്രവർത്തിക്കുവാൻ, അവരെ കൈപിടിച്ച് ഉയർത്തുവാൻ, അവർക്ക് ആശ്വാസം നൽകുവാൻ ഒക്കെ ഉള്ള അദ്ദേഹത്തിന്റെ ആ തീക്ഷണ എല്ലാം വളരെ വിലപ്പെട്ടതാണ്. എല്ലാ കാര്യങ്ങളും ഞാനിവിടെ എടുത്ത് പേരില്ല, ധാരാളം ഇവിടെയുണ്ട്. ഇതിന്റെ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ദൈവം അതിനെ വളരെ സമർത്ഥമായി അദ്ദേഹത്തിന്റെ ആരോഗ്യകരമായ അവസ്ഥയിലും ഭീഷണിയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തിന്റെ കൂടുതൽ ആരോഗ്യം നൽകട്ടെ, കൂടുതൽ പ്രവർത്തിക്കുവാൻ ആയുഷ്യം ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. നന്ദി. ജൂബിലി അനുമോദന കർമ്മം നിർവഹിച്ച അഭിവൃദ്ധി പിതാവിന് ഏറ്റവും സ്നേഹത്തോടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പൊതുസമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ചങ്ങനാശ്ശേരി ആത്മകഥ കേന്ദ്രത്തിന്റെ പ്രധാന ശില്പികളായ അഭിവൃദ്ധി പിതാവ് മാധ്യമത്തിലാണ്. ശാസ്ത്രീയ വിദ്യാഭ്യാസ രംഗത്ത് വിലയേറിയ സംഭാവനകൾ നൽകിയ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മാർഗദർശിയായി മാറിക്കഴിഞ്ഞ ചങ്ങനാശ്ശേരി അതിരൂപത വൈദിക സമൂഹത്തിന് സംഭാവന ചെയ്ത അത്യുന്നത വ്യക്തിത്വം അഭിവൃദ്ധി പിതാവ് മാധ്യമത്തിൽ. അഭിവൃദ്ധി പിതാവിനെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ
ജില്ലയിലൊരു പെട്ടെന്ന് സൃഷ്ടിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന വഴിയാണ്. ഇനിയും ഇപ്പോഴത്തേക്ക് പോകാറുണ്ട്. അന്ന് ഞാൻ അധികമൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. വാസ്തവത്തിൽ അച്ഛൻ്റെ ജോലി കുറച്ചുകൂടി ആഘോഷമായിട്ട് ഇത്തരക്കെല്ലാം കഴിഞ്ഞിട്ട് നടത്തേണ്ടതായിരുന്നു. ഇപ്പോഴായാലും അതുകൊണ്ട് ഈ ദിവസത്തെ അച്ഛനമായി ആശംസകൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷക്കാലം സൂചിപ്പിച്ചതുപോലെ വളരെ സൈന്യപൂർണ്ണമായിട്ടുള്ള സേവനമാണ് നിർവഹിച്ചത്. പ്രത്യേകിച്ചും ഈ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ അതിന് ചുമതലത്തെ ഏൽപ്പിച്ചപ്പോൾ അത് സന്തോഷത്തെ സ്വീകരിക്കുകയും രംഗത്ത് കാര്യമായ സംഭാവനകൾ നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ മധ്യരംഗത്തേക്ക് നിയോഗിച്ചപ്പോൾ ഒരു പൂർണ്ണ സമയം ചുമതലക്കാരനായി നിയോഗിച്ചപ്പോൾ കേരളത്തിലെ ഒരു ആദ്യ സംഭവമായിരുന്നു. അദ്ദേഹം ആ ചുമതല വളരെ താല്പര്യപൂർവ്വം ഏറ്റെടുക്കുകയും പിന്നീട് വിവിധ മേഖലകളിലേക്ക് അതെല്ലാം വികസിപ്പിക്കുകയും ചെയ്യുന്നു. അത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അവിടെ സൂചിപ്പിച്ചതുപോലെ ഭാരത സർക്കാരിൻ്റെ പോലും സർക്കാരിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ സമൂഹത്തിന് വലിയ നന്മ ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റാരും വെളിയിൽ വരാൻ താല്പര്യപ്പെടാത്ത ജനങ്ങളിലേക്ക് കൂടി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി, കാര്യങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആളുകൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട്. അതിനെല്ലാം നമ്മുടെ നന്ദി പറയാനുള്ള ഒരു സന്ദർഭമാണിത്. അച്ഛനെ ശുശ്രൂഷ ഇനിയും വളരെയധികം ബുദ്ധിമുട്ടുകളും അസുഖങ്ങളെല്ലാം ഉണ്ട്. ഇതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അച്ഛനെ തുടർച്ചയായി പ്രവർത്തിക്കുകയാണ്. മനുഷ്യ നന്മയ്ക്ക് ദൈവത്തിൻ്റെ ഭക്തനായിട്ട് പ്രവർത്തിക്കുകയാണ്. അച്ഛനെ എല്ലാവരുടെ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഈ സമ്മേളനത്തിൽ ആദ്യം വരുന്ന കൊള്ളാമെന്നുണ്ടെങ്കിൽ എനിക്ക് തിരക്കുള്ളതുകൊണ്ടും പിന്നെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും പ്രത്യേകമായിട്ട് ശ്രമം ശ്രമിക്കുന്നത് അച്ഛന് ഒരിക്കൽ കൂടെ സ്നേഹപൂർവമായ ആശംസകൾ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അഭിമുഖിതാവിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ചങ്ങനാശ്ശേരി ആത്മകഥ അതിന്റെ മകരസേവനത്തിന്റെ 20 ആണ്ടുകൾ പിന്നിടുമ്പോൾ അതിന്റെ പ്രധാന ശില്പികളായ അഭിമുഖിതാവും സമൂഹത്തിനെ ഈ നിമിഷത്തിൽ, ഈ സുന്ദര സുന്ദരത്തിൽ, ഈ ധന്യനിമിഷത്തിൽ ആദരിക്കുകയാണ്. ഈ ചടങ്ങിനായി തോമസനെ പിതാവിന്റെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ 50ാമത്തെ വാർഷികവും മെത്രാഭിഷേകത്തിന്റെ 40ാമത്തെ വാർഷികവും നമ്മൾ രൂപത ഔദ്യോഗികമായിട്ട് ആരംഭിച്ചെങ്കിൽ ആത്മതാ കേന്ദ്രത്തിന്റെ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾ പിതാവിനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. പിതാവിന്റെ എല്ലാ സേവനങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ഈ ഉപകാരം സ്വീകരിക്കണം വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പേരില് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ അംഗങ്ങളുടെയും പേരില് അഭിനന്ദിതാവിന് ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് വികാരി ജനറൽ ജെയിംസ് പാണക്കരനാണ്. അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള ചെയർമാൻ ശ്രീമതി സീതാജിയെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള സദസ്സിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും സദസ്സിലെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ധാരാളം പുസ്തകങ്ങളെയും വരാനുണ്ട്. അതൊന്ന് നീട്ടി പ്രസംഗിക്കുന്നതിൽ അർത്ഥവും കാര്യവുമില്ല. എങ്കിലും രണ്ടു വാക്ക് പറയാതെ പോകുന്നത് വ്യക്തിലോകം മാത്രമല്ല, ഒരു സ്നേഹത്തിന്റെ, ഒരു ബന്ധത്തിന്റെ ആവിഷ്കാരം കൂടി എല്ലാതായി പോകും എന്ന് ഞാൻ ഭയപ്പെടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട തോമസ് കൊച്ചലേശന്റെ പൗരോഹിത്യ ജൂബിലി പതിനാവിന്റെ
അടുത്തതായി ഈ പൊതുസമ്മേളനത്തിൽ ഐക്യാൻ പുസ്തക പ്രകാശനമാണ്. ഇത് നിർവഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബി ജയ സാറിനെ ഈ കർമ്മത്തിലേക്ക് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. അഭിനന്ദനായ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ വികാരി ജനറൽ ജെയിംസ് പാലിക്കാച്ച, ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സ്മിത ജയമ്മ, വൈസ് ചെയർമാൻ ശ്രീ മാത്യൂസ് ജോർജ്, ഈ വേദിയിൽ പോഷനായിരിക്കുന്ന ബഹുമാനായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആന്ധ്ര കേന്ദ്രം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ പിന്നിലുള്ള ചേതവികാരം സൂചിപ്പിച്ചു. കൊച്ചാച്ചൻ അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്തോഷവേള നമുക്കെല്ലാവർക്കും ആനന്ദദായകമാണ്. ഇവിടെ പാലക്കാട് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് ദൈവത്തിന്റെ പ്രതിനിധിയായി ഇറങ്ങി വന്നതുകൊണ്ട് ദൈവത്തെ കാണുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് കഴിഞ്ഞ 20-25 വർഷക്കാലമായി കൊച്ചടച്ചിലൂടെ നമ്മൾ കാണുന്നത് എന്ന് നിസ്സംശയമായി പറയാൻ കഴിയും. അത്രമാത്രം സ്നേഹസമ്പന്നനായി, അത്രമാത്രം ത്യാഗസന്നദ്ധതയോടും ഈ രംഗത്ത് പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ നിർണായകമാണ് എന്ന് ഞാൻ കരുതുക. മദ്യവിരുദ്ധ മദ്യവർജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ഒട്ടേറെ മേഖലകളിലേക്ക് നമ്മുടെ സമൂഹം ഇത് ആഗ്രഹിക്കുന്ന, നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി നിരന്തരം ഇതിന്റെ പ്രോജക്റ്റുകളിട്ട് ആ പ്രോജക്റ്റുകൾ ഓരോരോ കാലഘട്ടത്തിലൂടെ വിജയിച്ചു കൊണ്ടുവന്ന് അതിന്റെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഗവൺമെന്റ് ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത് എത്രയോ കാലത്തിന് മുമ്പേ ഈ കാര്യം ചിന്തിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ കേരളത്തിന് പുറത്ത് ഉള്ള ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹത്തിന്റെ സേവനം ചെന്നെത്തി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്, അഭിമാനകരമായ കാര്യമാണ്. നമുക്കൊക്കെ പല ആളുകളും ബന്ധപ്പെടുവാനും പ്രവർത്തിക്കാത്ത മേഖലകളിൽ അദ്ദേഹത്തിന്റെ കാതുകളും കണ്ണുകളും പ്രവർത്തനവും ചെന്നെത്തി എന്നുള്ളത് മറ്റു പലർക്കും, ഈ മേഖലയിലുള്ള മറ്റു പലർക്കും ദിശാബോധം നൽകുന്ന പ്രവർത്തനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും ത്യാഗത്തോടും കൂടിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ഒക്കെ മറന്നുകൊണ്ട് മുഴുവൻ സമയവും, മുഴുവൻ ബുദ്ധിയും, മുഴുവൻ ആരോഗ്യവും ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്രമാത്രം സ്നേഹമാണ് മറ്റുള്ളവരോട്, കരുണ അറിയിക്കുന്നവരോട് അദ്ദേഹം പുലർത്തിയത് എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ദുഃഖങ്ങൾ ഞാൻ കാണുന്നത്, സാമൂഹ്യ ദുഃഖങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മദ്യപാനത്തിന്റെ ദോഷവശങ്ങളും ഒന്ന് കുടിവെള്ള ക്ഷാമവുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒട്ടേറെ ആളുകളുമായി ബന്ധപ്പെട്ട ഒരാളെന്ന നിലയിൽ ഈ പ്രശ്നം പരിഹരിക്കുവാൻ അദ്ദേഹത്തിന്റെ നിരന്തരമായ ശ്രമം, ഇതൊരു രോഗമാണ്, മദ്യപാനം ഒരു രോഗമാണ് എന്ന് കരുതിക്കൊണ്ട് അതിനാവശ്യമായ ചികിത്സകൾ ആരംഭിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ ഈ മുന്നോക്ക പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്ന് ഞാൻ കരുതുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ സിസ്റ്റർ ജോവാൻ മൂപ്പരെ ഇവിടെ ഇരിപ്പുണ്ട്. അത് സിസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന വൻപിച്ച പ്രവർത്തനങ്ങളോട് അതിനോട് ചേർന്നുകൊണ്ട് വലിയ ഒരു ശക്തിയാണ് അദ്ദേഹം ഈ അതിരൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ കഠിനമായ ശ്രമം. ഇതിനോടൊപ്പം പല മീറ്റിങ്ങുകളിലും ഈ ആത്മരാജ്യത്തിന്റെ ചെറുതും വലുതുമായ ഒട്ടേറെ യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ആ പ്രവർത്തനം
യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം നേടിയിരുന്ന ആദരണീയനായ ചങ്ങനാശ്ശേരി വികാരേന്ദ്ര സ്ഥാനകൻ, ഇവിടെ ജൂബിലി ആഘോഷിക്കുന്ന ആദരണീയനായ തോമസ് കൊച്ചലച്ചനോ, നഗരസഭയുടെ അധ്യക്ഷ ശ്രീമതി സ്മിതാകുമാർ, മാറപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിജയലാലി, അംഗങ്ങളായ ഡോക്ടർ രാധാകൃഷ്ണൻ, വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ആദരണീയരായ സിസ്റ്റേഴ്സ്, മറ്റ് സംഘാടകരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, 20 പ്രവർത്തന വർഷങ്ങൾ ചങ്ങനാശ്ശേരി അധ്യാപക ചരിത്രത്തിലും ചങ്ങനാശ്ശേരി